മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി വഖഫ് ബോർഡ് ചെയർമാൻ കെ.എസ്. ഹംസ. മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ബിജെപിയുടെയും സർക്കാരിന്റെയും പരാതികൾക്ക് ഒരേ സ്വഭാവമാണെന്നും കെ.എസ്. ഹംസ വ്യക്തമാക്കി. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത രണ്ടുപേരെ ഉൾപ്പെടുത്തുന്നതിൽ മുഖ്യമന്ത്രി പറയുന്നത് കള്ളമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ കെ.എസ്. ഹംസ പറഞ്ഞു. ആരാണ് മുഖ്യമന്ത്രിക്ക് ഈ ഉപദേശം കൊടുക്കുന്നതെന്നറിയില്ല. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ചെയ്യാനുള്ള അധികാരം വഖഫ് ബോർഡിനില്ല. വഖഫ് ബോർഡ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആവശ്യപ്പെട്ടു, ഞങ്ങൾ 2 നോൺ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊള്ളാം, ഞങ്ങൾ നോമിനേറ്റ് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ്. ആരാണ് മുഖ്യമന്ത്രിക്ക് ഈ അഡ്വൈസ് കൊടുക്കുന്നത് എന്ന് പറയാനറിയില്ല. കാരണം ഞങ്ങൾക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് ഉള്ളത് അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി? ഞങ്ങൾക്ക് എന്ത് ലോക്കൽ സ്റ്റാൻഡ് അപ്പോയിൻറ്റ് ചെയ്യാനുള്ളത്? ഞങ്ങൾ വഖഫ് ബോർഡ് അപ്പോയിൻറ്റ് ചെയ്തു കൊള്ളാം എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാൻ അധികാരമില്ലല്ലോ. ഒന്നാമത്തത്, സർക്കാരിനോട് മത്സരിക്കാൻ വഖഫ് ബോർഡ് ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് നിയമോപദേശത്തിന്റെ ആവശ്യമുണ്ട്. വഖഫിൽ കോടതിയെ സമീപിക്കുക എന്ന ദുർഭൂതത്തെ തുറന്നുവിട്ടത് UDF എന്നും കെ.എസ്. ഹംസ പറഞ്ഞു. ഈ വഖഫിലെ ഈ 2 നോൺ മുസ്ലിങ്ങളെ കയറ്റി അത് പൂർത്തിയാക്കുക എന്ന ഈ ദുർഭൂതത്തെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടതാരാ? ശാന്തമായി പോകുകയായിരുന്നല്ലോ. ആര് തുറന്നു വിട്ടു? നിങ്ങൾ ചോദിക്കുമോ? വടി കൊടുത്ത് അടിപടിച്ചതല്ലേ ഗവൺമെൻറ് ഇപ്പോൾ ഈ ദുർഭൂതത്തെ കുടത്തിൽ നിന്ന് പുറത്തു വിട്ടു. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് ആവാഹിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുകയാണ്. BJPയുടെയും സർക്കാരിൻ്റെയും എല്ലാ പരാതിക്കും ഒരേ സ്വഭാവമാണ്. ബോർഡിന് പറയാൻ ഹൈക്കോടതിയിൽ അവസരം കിട്ടിയില്ല. സർക്കാർ വടികൊടുത്ത് അടിവാങ്ങി. നിയമം അനുവദിക്കാത്ത കാര്യത്തിൽ സർക്കാർ എടുത്തുചാടുകയാണ് ചെയ്തത്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുനമ്പം വിഷയത്തിൽ സെറ്റിൽമെന്റ് നടത്തട്ടെയെന്നും കെ.എസ്. ഹംസ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.